ഹായ് ഓൾ, ഇന്ന് നമുക്ക് റിബൺ വെച്ചിട്ട് ഒരു നൈലോൺ ബാൻഡ് വർക്ക് ചെയ്തെടുക്കാം. വളരെ ക്യൂട്ടായിട്ട് കുഞ്ഞു ബേബീസിനൊക്കെ അഥവാ ന്യൂ ബോൺ ബേബീസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ നീളം ഞാൻ എടുത്തത് 3.5 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഞാനിതിൻ്റെ 2 അറ്റം ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ഒരു ബോ ആക്കിയിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനൊന്ന് സെൻറ്റർ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അധികം ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടും, ഇങ്ങനെ ഒരു ലൈനായിട്ട് കിട്ടും. നമ്മൾ നൂലും സൂചിയും എടുത്ത് വെച്ചിട്ട് ഒന്ന് സെൻറ്ററിൽ തുന്നി കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 2 വശത്തു നിന്നും ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് ഫോൾഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വലിച്ചു കൊടുക്കാം. ശരിക്കും ഒരു ബോയുടെ രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് നല്ല ടൈറ്റായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം കുറച്ച് ബീഡ്സിനെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനൊരു 5 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. mm കുഞ്ഞു പേൾ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 ബീഡ്സിനെ ഇട്ട് കൊടുത്തു. ശേഷം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുറ്റി ഞാൻ ബാക്കിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് ഈ ഒരു ബീഡ് ആവശ്യമില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രം മതി. ഞാൻ ബാക്കിൽ കെട്ടിക്കൊടുത്തു. അപ്പോൾ 3 ബോവും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിലേക്ക് കിടക്കാം. നൈലോൺ ബാൻഡിലേക്ക് എങ്ങനെയാണ് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഒരു ഫ്ലവർ ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ലേസ് നമുക്ക് വെറുതെ ഹെയർ ബാൻഡിലും വെച്ച് കൊടുത്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈലോൺ ബാൻഡിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന ഒരു ഒരു ലേസാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനിതാ ഈ ഒരു നീളത്തിൽ ഏകദേശം ഒരു 8 ഇഞ്ച് നീളത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലയുടെ ഫ്രണ്ടിലായിട്ട് മാത്രം വരുന്ന രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഞാനിതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ B7000 വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഓരോ അലിഗേറ്ററിനെ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ അവിടെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, ബാക്കി നമുക്ക് എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ബോ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് സെൻറ്ററിൽ, പിന്നെ 2 സൈഡിലായിട്ടും നമ്മുടെ ആ ഒരു ലേസിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് തുന്നി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഓരോ ബീഡും വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ബീഡൊക്കെ നമുക്ക് B7000 യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. തുന്നിയെടുത്താലും മതി, പക്ഷെ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. തുന്നുന്ന റിസ്ക് അല്ലേ, നമുക്ക് ഒട്ടിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ബോ തുന്നിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഞാനതാ ഇതിൻ്റെ ഉള്ളിലൂടെ നൂല് സൂചി എടുത്തിട്ട് ഇതിലൊന്നിവിടെ തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വീണ്ടും ഇങ്ങനെ ത്രെഡിൻ്റെ റൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ടാണ് കേട്ടോ ത്രെഡിനെ എടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് അതിനവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇവിടെ ബാക്കിൽ തുന്നിയെടുക്കാം. ഇപ്പോൾ ഞാനിതാ തുന്നി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നൈലോൺ ബാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്ത് തരാം കേട്ടോ, വെച്ചിട്ട്